ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? ആ വൃദ്ധനെ കണ്ട ആ ഒരു കാഴ്ച പെലായോയെ ഭയപ്പെടുത്തി. എന്തുകൊണ്ടാണ്? ദ ഓൾഡ് മാൻ ലുക്ക് സ്ട്രേഞ്ച് ആൻഡ് പിറ്റിഫുൾ ലൈയിങ് ഇൻ മഡ് വിത്ത് എനോർമസ് വിങ്സ്. ദിസ് സൈറ്റ് ഫ്രൈറ്റൻഡ് പെലായോ. ആ വൃദ്ധൻ വളരെ ദയനീയമായിട്ടായിരുന്നു അല്ലേ കാണപ്പെട്ടത്. അതുപോലെ തന്നെ സ്ട്രേഞ്ചുമായിരുന്നു. ഒരു കോമൺ മനുഷ്യന്റെ ഒരു രൂപത്തിലല്ല ആ വൃദ്ധനെ കാണപ്പെട്ടത്. കാരണം വലിയ എനോർമസ് ആയിട്ടുള്ള വലിയ ചിറകുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ ചിറകുകളാണെങ്കിൽ മഡില് പൂണ്ട് കിടക്കുകയും ചെയ്യാണ്, ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പെലായോയ്ക്ക് ഭയം തോന്നി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് ദ ഓൾഡ് മാൻ അനേബിൾ ടു ഗെറ്റ് അപ്പ്? എന്തുകൊണ്ടാണ് ആ ഓൾഡ് മാന്, ആ വൃദ്ധനെ എഴുന്നേൽക്കാൻ സാധിക്കാതിരുന്നത്? ഹി വാസ് വീക്ക് ആൻഡ് ഹിസ് വിങ്സ് എൻടാങ്കിൾഡ് ഇൻ ദ മഡ് മെയ്ഡ് ഇറ്റ് ഹാർഡ് ഫോർ ഹിം ടു ഗെറ്റ് അപ്പ്. അദ്ദേഹം വീക്കായിരുന്നു, വളരെ ക്ഷീണിതനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വലിയ ചിറകുകൾ മഡില് പൂണ്ട് കിടക്കുകയായിരുന്നു, കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചെളിയിൽ നിന്നും അല്ലെങ്കിൽ നിലത്ത് നിന്നും എഴുന്നേൽക്കാനായിട്ട് സാധിക്കാതിരുന്നത്. സി ക്വസ്റ്റ്യൻ നോക്കാം. ദ കപ്പിൾ കൺസിഡേർഡ് ദ ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ. വൈ? ആ കപ്പിള് ആരൊക്കെയായിരുന്നു? അത് പെലായോയും എലിസന്റെയും. അവരെ വിചാരിച്ചിരുന്നത് ഈ ഓൾഡ് മാൻ ഒരു ലോൺലി കാസ്റ്റവേ ആണെന്നാണ്. ലോൺലി കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ എന്താണ്? മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിന്നുമൊക്കെ എസ്കേപ്പായി ഒരാൾ തീരത്തടിയുമ്പോൾ അദ്ദേഹത്തെ കാസ്റ്റവേ എന്ന് പറയും. അപ്പം വിദേശ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരാളായിട്ടാണ് ഇവർ കണക്കാക്കിയത്. എന്തുകൊണ്ടാണ്? Because of his appearance, dialect and helplessness, they assume he is a shipwrecked sailor from a foreign land. അദ്ദേഹത്തിന്റെ രൂപവും ഭാഷയും അതുപോലെ തന്നെ നിസ്സഹായ അവസ്ഥയും ഒക്കെ കണ്ടപ്പോൾ ആ ദമ്പതികൾ ഊഹിക്കുകയാണ്, അസ്യൂം ചെയ്യാണ്. എന്താണ്? ഒരു നശിച്ചുകൊണ്ടിരുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു നാവികനാണ്, സെയിലറാണ് അദ്ദേഹം എന്ന് ഊഹിച്ചെടുക്കുകയാണ്. ഡി നോക്കാം. Why was the neighbor woman sure that the old man was an angel? ആ ഓൾഡ് മാൻ ഒരു ഏഞ്ചൽ ആണ്, ഒരു മാലാഖയാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ അയൽവക്കക്കാരിയായ സ്ത്രീ വിശ്വസിച്ചിരുന്നത്? ഉറപ്പ് പറഞ്ഞു അല്ലേ, ഇതൊരു ഏഞ്ചൽ ആണ് എന്ന് ഉറപ്പ് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ അവൾ പറയാനുണ്ടായ കാരണം? ഷി ബിലീവ്ഡ് ഇൻ സൂപ്പർസ്റ്റിഷൻസ്. സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം. അപ്പോൾ അവൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് സോ ഹിസ് വിങ്സ് ആസ് പ്രൂഫ്. അതിന് തെളിവായിട്ട് അവൾ കണ്ടെത്തിയത് എന്താണ്? അദ്ദേഹത്തിന്റെ ആ വിങ്സ് ആണ്, ചിറകുകളാണ്. ഹി വാസ് ആൻ ഏഞ്ചൽ സെൻഡ് ഫോർ ദ സിക്ക് ചൈൽഡ്. എന്നിട്ട് അവൾ ഉറപ്പിച്ച് പറയാണ്, അവിടെ അവരുടെ വീട്ടിലൊരു സിക്ക് ചൈൽഡ് ഉണ്ടായിരുന്നു അല്ലേ, രോഗിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും അയച്ച മാലാഖയാണ് ഇത് എന്ന് അവൾ പറയാണ്. കാരണം ഒരു അന്ധവിശ്വാസത്തിലൂടെയാണ് അവൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇനി ഈ നോക്കാം. വൈ ഡിഡ് പെലായോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? ഒരു ലാത്തിയൊക്കെ പിടിച്ച് പെലായോ ഇങ്ങനെ നിന്നു അല്ലേ. എന്തുകൊണ്ടാണ് പെലായോ ആയുധധാരിയായിട്ട് അങ്ങനെ നിന്നത്? ഹി വാസ് അഫ്രൈഡ് ദ ഓൾഡ് മാൻ മൈറ്റ് ബി ഡേഞ്ചറസ് ആൻഡ് വാണ്ടഡ് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. കാരണം ആ ഓൾഡ് മാനെ ഇച്ചിരിയൊക്കെ പേടി തോന്നി. കാരണം ഡേഞ്ചറസ് ആണോ, എങ്ങനെയുള്ള ഒരാളാണ് എന്നൊന്നും അറിയത്തില്ല, അക്രമകാരിയാണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവന് അദ്ദേഹത്തെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ഫാമിലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു, സംരക്ഷിക്കണമായിരുന്നു. അതുകൊണ്ടാണ് പെലായോ ആയുധധാരിയായി അവിടെ നിന്നത്. എഫ് നോക്കാം. വാട്ട് മെയ്ഡ് ദ കപ്പിൾ സഡൻലി ഡിസൈഡ് ടു ട്രീറ്റ് ദ മാൻ വിത്ത് സം കൈൻഡ്നെസ്? പെട്ടെന്ന് തന്നെ ആ കപ്പിള് ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ മനുഷ്യനോട് കുറച്ചൊക്കെ ദയോടുകൂടി പെരുമാറാം എന്ന്. അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? ദെയർ ചൈൽഡ് റിക്കവേർഡ് സഡൻലി. പെട്ടെന്ന് തന്നെ അവരുടെ ചൈൽഡ് റിക്കവറായി, സുഖം പ്രാപിച്ചു. മേക്കിംഗ് ദം ഫീൽ ഗ്രേറ്റ്ഫുൾ ആൻഡ് പ്രോംപ്റ്റിംഗ് എ സെൻസ് ഓഫ് കൈൻഡ്നെസ് ടുവേർഡ് ദ ഓൾഡ് മാൻ. അപ്പോൾ ഈ കാരണത്താലാണ് ആ ഓൾഡ് മാനോട് ഒരു ദയയൊക്കെ തോന്നിയതും ദയയോടെ പെരുമാറാമെന്ന് ഇവർ തീരുമാനിച്ചതും. അടുത്തത് നോക്കാം. വൈ ഡസ് പെലായോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്? എന്തുകൊണ്ടാണ് പെലായോ ആ ഓൾഡ് മാനെ ചിക്കൻ കൂപ്പിൽ, കോഴിക്കൂട്ടിൽ അടച്ചിട്ടത്? To isolate and confine the strange creature, treating him like an animal rather than a person.
അപ്പം ഈ ഓൾഡ് മാനെ പെലായോ ഒരു മനുഷ്യജീവിയായിട്ട് പരിഗണിച്ചില്ല, ഒരു വിചിത്ര ജീവിയായിട്ടാണ് പരിഗണിച്ചത്. ഒരു വ്യക്തിയെ പോലെയല്ല, ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ് പെലായോ ഈ ഓൾഡ് മാനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ് കോഴിക്കൂട്ടിൽ അടച്ചിട്ടത്. അടുത്തത് നോക്കാം. വൈ ഡു ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ? ആൾക്കാരൊക്കെ ഈ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത് ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യാനുണ്ടായ കാരണം? ദേ ആർ ക്യൂരിയസ് ആൻഡ് അമ്യൂസ്ഡ് ബൈ ഹിസ് അപ്പിയറൻസ്. ദേ ഡോണ്ട് റെസ്പെക്ട് ഹിം ബട്ട് ട്രീറ്റ് ഹിം ആസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എന്റർടൈൻമെന്റ്. ഈ വൃദ്ധനെ കണ്ടപ്പോൾ ആളുകൾക്ക് ഏഞ്ചൽ ആയിട്ടൊന്നും അല്ല ഫീൽ ചെയ്തത്. അവന്റെ ഈ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കൗതുകവും ഒരു രസമൊക്കെ തോന്നുന്നുണ്ട്. കാരണം വലിയ വിങ്സ് ഒക്കെ ആണല്ലോ ഉള്ളത്. അവർ അവനെ ബഹുമാനിക്കുകയൊന്നും ചെയ്യുന്നില്ല, മറിച്ച് ഒരു വിനോദ വസ്തുവായിട്ടാണ് ഈ ഓൾഡ് മാനെ പീപ്പിൾ ട്രീറ്റ് ചെയ്തത്. അടുത്തത് നോക്കാം. ഡു യു തിങ്ക് എലിസൻഡ ഈസ് ഷ്യൂഡ് ആൻഡ് ക്ലെവർ? വൈ? എലിസൻഡ കൗശലക്കാരിയും ബുദ്ധിമതിയുമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? Yes, because she quickly turns the old man's presence into an opportunity for profit. എലിസന്റെ ശരിക്കും കൗശലക്കാരിയും ബുദ്ധിമതിയും ഒക്കെ ആണല്ലേ? കാരണം അവള് വൃദ്ധന്റെ ആ ഒരു പ്രസൻസ്, ആ ഒരു സാന്നിധ്യം തന്റെ ലാഭത്തിനായിട്ടുള്ള ഒരു അവസരമായി മാറ്റുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് എലിസന്റെ പ്രോഫിറ്റ് കണ്ടെത്തിയത്? വൃദ്ധനെ കാണാൻ വരുന്ന ആൾക്കാരുടെ പക്കൽ നിന്നും ഫീസ് കളക്ട് ചെയ്തിട്ടല്ലേ, അങ്ങനെയാണ് അവള് റിച്ചായി മാറിയതും. അപ്പൊ അവിടെ ഒരു ലാഭം കൊയ്യാനായിട്ട് അവള് പരിശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എലിസൻഡ ബുദ്ധിമതിയും കൗശലക്കാരിയുമാണ് എന്ന്. അടുത്തത് നോക്കാം. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. വൈ ഡസ് ദ ഓതർ സേ സോ? അദ്ദേഹത്തിന്റെ ഒരേ ഒരു അമാനുഷിക ഗുണം ക്ഷമയാണെന്ന് തോന്നി. എന്തുകൊണ്ടാണ് രചയിതാവ് ഇങ്ങനെ പറയുന്നത്? പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷമ അല്ലെ? ക്ഷമയോടുകൂടിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് രചയിതാവിന്, ഓതറിന് തോന്നി. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ഡിസ്പൈറ്റ് സഫറിംഗ് ആൻഡ് മിസ്ട്രീറ്റ്മെന്റ് ദ ഓൾഡ് മാൻ റിമെയിൻസ് കാം ആൻഡ് എൻഡ്യൂവേഴ്സ് എവറിഥിങ് സൈലന്റ്ലി. ഒരുപാട് കഷ്ടപ്പാടുകളും മോശമായ പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും വൃദ്ധൻ ശാന്തനായിട്ട് തുടർന്നു. എല്ലാം നിശബ്ദമായി അദ്ദേഹം സഹിക്കുകയും ചെയ്തു. ആളുകളൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുമായിരുന്നു ഈ വൃദ്ധന്റെ മേലേക്ക്. പക്ഷെ അദ്ദേഹം എല്ലാം ക്ഷമയോടെ സഹിച്ചിങ്ങനെ ഇരുന്നു. അതുകൊണ്ടാണ് ഓതർ പറയുന്നത് ഈ വൃദ്ധനിലുള്ള ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് അത് പേഷ്യൻസ് ആണ്, ക്ഷമയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അടുത്തത്, വൈ ഡു മോർ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ദ വുമൻ റാദർ ദാൻ ദി ഓൾഡ് മാൻ? എന്തുകൊണ്ടാണ് വൃദ്ധനെ കാണാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ സ്ത്രീയെ കാണാനായിട്ട് പോയത്? ദ വുമൻ സ്പൈഡർ ക്യാൻ ടോക്ക് ആൻഡ് ടെൽ ഹർ സ്റ്റോറി, ഓഫറിംഗ് എ മോർ എൻഗേജിംഗ് ആൻഡ് റിലേറ്റബിൾ അട്രാക്ഷൻ. ഈ സ്ത്രീ ചിലന്തിക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ അവളുടെ കഥയൊക്കെ പറയാനായിട്ട് സാധിക്കുമായിരുന്നു. സ്ത്രീ സ്പൈഡറായി മാറി കഴിയുമ്പോൾ പോലും ഇവൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇത് കൂടുതൽ ആകർഷകമാക്കി, അട്രാക്റ്റീവാക്കി മാറ്റി. അതുപോലെ തന്നെ ഈ സ്ത്രീ ചിലന്തി കൂടുതൽ എൻഗേജിങ്ങുമായിരുന്നു, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമായിരുന്നു. അതുകൊണ്ടാണ് ആളുകളെല്ലാം ഈ ഓൾഡ് മാനെ ഉപേക്ഷിച്ച് ഈ സ്ത്രീ ചിലന്തിയുടെ അടുത്തേക്ക് ഓടിപ്പോയത്. അടുത്തത് നോക്കാം. വൈ ഈസ് ദ ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദ ലോജിക് ഓഫ് ദ വിങ്സ്? ചിറകുകളുടെ യുക്തിയിൽ ഡോക്ടർ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ ലോജിക് എന്താണെന്ന് ആക്ച്വലി മനസ്സിലായില്ല അല്ലേ? ഒരു അത്ഭുതം തോന്നി. ഈ വിങ്സ് എങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ മുകളിൽ എങ്ങനെയാണ് ഈ ചിറകുകളെല്ലാം മുളച്ചു പൊന്തുന്നത് എന്നുള്ള ആ ഒരു ലോജിക്ക് ഡോക്ടർക്ക് മനസ്സിലായില്ല. അത്ഭുതപ്പെട്ടു അദ്ദേഹം. എന്തുകൊണ്ടാണ്? ദ വിങ്സ് സീം ബയോളജിക്കലി നാച്ചുറൽ ഓൺ ദ ഓൾഡ് മാൻ. അപ്പൊ ആ ഒരു വിങ്സ് വെച്ച് കെട്ടിയതൊന്നും അല്ല, ബയോളജിക്കലി അത് അവിടെ ഉള്ളതാണ്. ശരീരത്തിന്റെ ഒരു അവയവമായി തന്നെ ആ ഒരു വിങ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അത്ഭുതം തോന്നിയത് അല്ലെ? ഡിഫൈയിങ് ദ ടിപ്പിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് സർപ്രൈസിംഗ് ദ ഡോക്ടർ. വൃദ്ധന്റെ ആ വലിയ ചിറകുകൾ മനുഷ്യന്റെ ധാരണകളെയും ചിന്തകളെയും എല്ലാം വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഡോക്ടറെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അടുത്തത്, വൈ ഡസ് എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്? എന്തുകൊണ്ടാണ് എലിസൻഡ ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പിട്ടത്? എലിസൻഡ ലെറ്റ്സ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് because the angel finally flies away, ending a long-standing burden and problem in her life. She feels free,
peaceful and comforted, knowing the angel is rescued and gone from their lives. എലിസണ്ട ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടു. കാരണം മാലാഖ ഒടുവിൽ പറന്നു പോയിരിക്കുകയാണ്. അവളുടെ ജീവിതത്തിലെ ഒരു ദീർഘകാല ഭാരമായിരുന്നു ആ മാലാഖ എന്ന് പറയുന്നത്, ആ വൃദ്ധൻ എന്ന് പറയുന്നത്. അങ്ങനെ അത് പറന്നു പോയിരിക്കുകയാണ്. അവളുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഷി ഫീൽസ് ഫ്രീ, പീസ്ഫുൾ ആൻഡ് കംഫർട്ടഡ്, നോയിങ് ദ ഏഞ്ചൽ ഈസ് റെസ്ക്യൂഡ് ആൻഡ് ഗോൺ ഫ്രം ദയർ ലൈവ്സ്. അപ്പോൾ ഇവൾക്കിപ്പം ഒരു ഫ്രീഡമാണ് തോന്നുന്നത്. കാരണം മാലാഖ അവളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യവും സമാധാനവും ആശ്വാസവും ഒക്കെ അവൾക്ക് തോന്നുകയാണ്. ഇനി നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് നോക്കാം. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഓൾഡ് മാൻ്റെ റോൾ എന്താണ് ഈ സ്റ്റോറിയിൽ? ഹൗ ഡസ് ഹിസ് പ്രസൻസ് അഫക്റ്റ് പെലായോസ് ഫാമിലി? പെലായോയുടെ ഫാമിലിനെ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ്, ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? എങ്ങനെ എഴുതാം നമുക്ക് ആൻസർ? ദ ഓൾഡ് മാൻ ഈസ് എ മിസ്റ്റീരിയസ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് പ്രസൻസ് ഇൻ പെലായോസ് ഹൗസ് ഹോൾഡ്. പെലായോയുടെ വീട്ടിലെ ഒരു നിഗൂഢമായ സാന്നിധ്യമായിരുന്നു ഈ ഓൾഡ് മാൻ. ഹിസ് അറൈവൽ ബ്രിങ്സ് കാവോസ് ആൻഡ് അൺസർട്ടിനിറ്റി. വലിയ കുഴപ്പങ്ങളൊക്കെ കൊണ്ടുവന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ ഈ അറൈവൽ എന്ന് പറയുന്നത്. കാരണം പേടിയൊക്കെ തോന്നി, ആൻസൈറ്റി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിഷ്യലി ദർ ഈസ് സം ക്യൂരിയോസിറ്റി ആൻഡ് ഫാസിനേഷൻ വിച്ച് ഗിവ് വേ ടു സസ്പീഷൻ ആൻഡ് ഫിയർ. ആദ്യമൊക്കെ കുറച്ച് അത്ഭുതവും ആകർഷണീയതയും ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് സംശയത്തിനും ഭയത്തിനുമൊക്കെ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൃദ്ധൻ്റെ സാന്നിധ്യം കാരണം അവർ സമ്പത്ത് നേടുകയും ചെയ്യുന്നു. ആളുകൾ വൃദ്ധനെ കാണാൻ വരികയും അവർ ഫീസ് കളക്ട് ചെയ്യുകയും അങ്ങനെ അവർ നല്ല റിച്ചായി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അടുത്തത് മെൻഷൻ എനി 2 traits ഓഫ് ദി ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. നിങ്ങളെ ആകർഷിച്ച ആ വൃദ്ധൻ്റെ 2 സ്വഭാവ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ എഴുതാം? പേഷ്യൻസ്, സ്ട്രെങ്ത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. 2 എക്സാമ്പിൾ ഞാൻ തന്നു എന്നേ ഉള്ളൂ. പേഷ്യൻസ് എങ്ങനെ എഴുതാം? ഹി സ്റ്റേസ് കാം ഈവൻ വെൻ പീപ്പിൾ ഹേർട്ട് ഹിം. ആൾക്കാർ അവനെ ഉപദ്രവിച്ചപ്പോഴും അദ്ദേഹം കാമായിട്ട് തന്നെ ക്ഷമയോടുകൂടി ശാന്ത സ്വഭാവത്തോടുകൂടി അദ്ദേഹം ഇരുന്നു. സ്ട്രെങ്ത്, ഡിസ്പൈറ്റ് ബീയിങ് ഓൾഡ് ആൻഡ് വീക്ക് ഹി സർവൈവ്സ് ആൻഡ് ഫ്ലൈസ് അവേ ഇൻ ദ എൻഡ്. അദ്ദേഹം വീക്കാണ്, വയസ്സായി, എന്നിട്ടും കൂടി അദ്ദേഹം പറക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവസാനം ഉയരത്തിൽ പറക്കുകയാണ്. മൂന്നാമത്തത് വാട്ട് എലമെന്റ്സ് ഓഫ് ദ സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? വൈ? എന്തൊക്കെ എലമെന്റ്സ് ആണ് ഈ സ്റ്റോറിയിൽ നിങ്ങൾ മാജിക്കലായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു മാജിക് എലമെന്റ്സ് നിങ്ങൾ ഈ സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടോ? അത് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതാം? ദ ഓൾഡ് മാൻസ് വിങ്സ് ആർ മാജിക്കൽ അല്ലേ? ഏറ്റവും വലിയ മാജിക്കൽ എലമെന്റ് എന്താണ്? ആ ചിറകുകളാണ്. ബിക്കോസ് നോർമൽ പീപ്പിൾ ഡു നോട്ട് ഹാവ് വിങ്സ്. കാരണം നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് വിങ്സ് ഇല്ല. ഇറ്റ് ഈസ് ഓൾസോ മാജിക്കൽ ദാറ്റ് ഹി സർവൈവ്സ് ഫോർ സോ ലോങ് വിതൗട്ട് ഫുഡ് ഓർ കെയർ. പിന്നെ ഒരു മാജിക്കൽ എലമെന്റ് എന്താണ്? അദ്ദേഹം ഫുഡും കെയറും ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ഒരുപാട് നാള് ജീവിച്ചിരുന്നു അല്ലേ? അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല, എന്നിട്ടും കൂടിയും അദ്ദേഹം അവിടെ സർവൈവ് ചെയ്തു. നെതർ മാജിക്കൽ പാർട്ട് ഈസ് ദ സ്പൈഡർ വുമൻ. പിന്നെ ഒരു മാജിക്കൽ പാർട്ട് എന്താണ്? ആ സ്പൈഡർ വുമൻ അല്ലേ? ഹു വാസ് ചേഞ്ച്ഡ് ബൈ ലൈറ്റനിങ്. അപ്പം മിന്നൽ വരുമ്പോൾ, ഒരു പ്രകാശം വരുമ്പം ആ സ്ത്രീ സ്പൈഡറായി മാറുകയാണ്. അതൊരു മാജിക്കൽ എലമെൻ്റ് ആണ്. ദീസ് തിങ്സ് ആർ നോട്ട് പോസിബിൾ ഇൻ റിയൽ ലൈഫ്. അപ്പം സാധാരണ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല. സോ ദേ മേക്ക് ദ സ്റ്റോറി ഫീൽ ലൈക്ക് എ മിക്സ് ഓഫ് മാജിക് ആൻഡ് റിയാലിറ്റി. അപ്പോൾ ഈ സ്റ്റോറിയിലുടനീളം എന്തൊക്കെയാണ്? മാജിക്കുമുണ്ട്, അതുപോലെ തന്നെ റിയാലിറ്റിയുമുണ്ട്. പെലായോയുടെ ലൈഫ് ഒരു റിയൽ ലൈഫാണ് അല്ലേ? അവിടെ മാജിക് ഒന്നും സംഭവിക്കുന്നില്ല, മാജിക്കൽ എലമെൻറ്റ്സ് ഒന്നും അവിടെ കാണാനില്ല. പക്ഷേ ഈ ഓൾഡ് മാൻ, അതുപോലെ തന്നെ സ്പൈഡർ വുമൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാജിക്കൽ എലമെൻറ്റ്സും കൂടി കാണിച്ചു തരികയാണ്. നാലാമത്തെ, ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം പറന്നുയരാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു ക്ലംസി ആയിട്ടുള്ള, ക്ലംസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചിത്രമായ അല്ലെങ്കിൽ കോർഡിനേഷൻ ഇല്ലാത്ത ആ ഒരു അറ്റംപ്റ്റിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്സ് വർ സ്ലോ ആൻഡ് ക്ലംസി. ആ ഓൾഡ് മാൻ്റെ പറക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ മന്ദഗതിയിലായിരുന്നു, അതുപോലെ തന്നെ വിചിത്രവുമായിരുന്നു, കോർഡിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല.
ഹി കുഡ് നോട്ട് ലിഫ്റ്റ് ഓഫ് ഈസിലി ആൻഡ് ഓൾമോസ്റ്റ് നോക്ക് ഡൗൺ ദ ഷെഡ്. അദ്ദേഹത്തിന് എളുപ്പത്തിൽ ഉയരാൻ കഴിഞ്ഞില്ല, ഏകദേശം ആ ഷെഡ് ഇടിച്ചിടുകയും ചെയ്തു. പറക്കാനായിട്ടുള്ള ആ ശ്രമത്തിനിടയിൽ ആ ഷെഡൊക്കെ ഇടിഞ്ഞു മറിഞ്ഞു വീണു. ഹിസ് വിങ്സ് മൂവ്ഡ് ലൈക്ക് ദോസ് ഓഫ് ആൻ ഓൾഡ് ബേർഡ്. അപ്പം വളരെ വയസ്സായ ഒരു പക്ഷിയുടേതുപോലെ അവൻ്റെ ചിറകുകൾ ചലിച്ചു. ബട്ട് ആഫ്റ്റർ സം എഫേർട്ട് ഹി ഫൈനലി റോസ് ഇൻ ടു ദ എയർ ആൻഡ് ഫ്ലൂ എവേ. എന്നാൽ കുറച്ച് പരിശ്രമത്തിന് ശേഷം അവൻ ഒടുവിൽ വായുവിലേക്ക് ഉയർന്നു പൊങ്ങി പറന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഓൾഡ് മാൻ്റെ പോപ്പുലാരിറ്റിക്ക്, ജനപ്രീതിക്ക് എന്ത് സംഭവിച്ചു? ആൻസർ എങ്ങനെ എഴുതാം? ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഡിക്ലൈൻസ് ഇൻ കോഴ്സ് ഓഫ് ടൈം. കാലക്രമേണ ആ വൃദ്ധന്റെ ജനപ്രീതി കുറഞ്ഞു വന്നു. ദ ഇനിഷ്യൽ ഫാസിനേഷൻ ഫെയ്ഡ്സ് ക്വിക്ക്ലി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ആകർഷണം പെട്ടെന്ന് തന്നെ മങ്ങിപ്പോയി അല്ലേ, അത് കഴിഞ്ഞു. ഹി എൻഡ്സ് അപ്പ് ബിക്കമിങ് എ ഫെമിലിയർ സൈറ്റ് ആൻഡ് ഈസ് നെഗ്ലക്റ്റഡ് ആൻഡ് അബാൻഡൻഡ്. അപ്പോൾ ഒടുവിൽ അവൻ ഒരു പരിചിത കാഴ്ചയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവഗണിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള ചിന്ത പോലും ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഫെമിലിയർ സൈറ്റായിട്ട് മാറുകയാണ് ചെയ്തത്. ആറാമത്തെ നോക്കാം. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നും ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. ഇമേജറി, സിമിലി, മാജിക്കൽ എലമെൻറ്റ്സ്. എന്താണ് ഇമേജറി? നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പോയം വായിക്കുമ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഇമേജസ് ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ ഇമേജറി എന്ന് പറയുന്നത്. നമ്മളുടെ 5 സെൻസസിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളോ വാക്കുകളോ ഒക്കെ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ആൻഡ് പോയറ്റിക് ഡിവൈസ് that directly compares two different things to create vivid imagery, typically using connecting words like or as. ലൈക്ക് വെച്ചോ ആസ് വെച്ചോ ഒരു സെൻറ്റൻസിനെ കമ്പയർ ചെയ്യുവാണ്. രണ്ടും വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കാം. ലൈക്ക് ആൻ ഏഞ്ചൽ, ഷീ ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ എന്ന് പറയുമ്പം അവൾ ഏഞ്ചൽ ആണോ? അല്ല, പക്ഷെ ഏഞ്ചലിനെ പോലെയാണ് എന്ന് പറയുന്നതാണ് സിമിലി. കമ്പയർ ചെയ്യാണ്, താരതമ്യം ചെയ്തിരിക്കുകയാണ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ വെച്ച് നമ്മളതിനെ കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. ഷീ റൺസ് ലൈക്ക് എ ചീറ്റ. അവൾ ചീറ്റയാണോ? അല്ല, പക്ഷേ ഷീ റൺസ് ലൈക്ക് എ ചീറ്റ, ചീറ്റയെ പോലെ അവൾ ഓടുന്നു. അപ്പം ചീറ്റയുമായി അവളെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതാണ് സിമിലി എന്ന് പറയുന്നത്. ഇനി മാജിക്കൽ എലമെൻറ്റ്സ് ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം. എന്തെങ്കിലും സ്റ്റോറിയിൽ മാജിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാജിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം വിങ്സ് മുളച്ച് വന്നത് അല്ലേ, ബയോളജിക്കലി അദ്ദേഹത്തിൻ്റെ പുറത്ത് വിങ്സ് ഉണ്ട്. അപ്പോൾ അതൊരു മാജിക്കൽ എലമെൻ്റ് ആണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഇമേജറിയുടെ അടിയിൽ എനോർമസ് വിങ്സ്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. നീ ഹ്യൂജ് ബസാർഡ് വിങ്സ്, ഡർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ്, ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, റാബിറ്റ് വാരൻ, സാറ്റിൻ പംസ്, ഇറിഡിസെന്റ് സിൽക്ക്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇമേജസ് മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ. സെനൈൽ വൾച്ചർ അല്ലെ, വൃദ്ധനായ വയസ്സായ ഒരു കഴുകൻ. അതൊക്കെ ഇമേജസ് ഫോം ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇമേജറിയുടെ കീഴിൽ ഇതൊക്കെ എഴുതാം. ഇനി സിമിലിയുടെ കീഴിൽ എന്തൊക്കെ എഴുതാം? ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. സ്കെയർ ക്രോയുടെ ഫെദേഴ്സ് പോലെ എന്ന് ഇദ്ദേഹത്തിൻ്റെ വിങ്സിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. സ്കെയർ ക്രോ എന്താണ്? നോക്കുകുത്തി. ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ലൈക്ക്, ഇവിടെ ലൈക്ക് യൂസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന സെൻറ്റൻസുകളാണ് സിമിലി. അപ്പോൾ ഈ ടെക്സ്റ്റിൽ ഇത്രയുമാണ് സിമിലി ഉള്ളത്. ഇനി മാജിക്കൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനോർമസ് വിങ്സ്. ദ ചൈൽഡ് വാക്ക് അപ്പ് വിതൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. പെട്ടെന്ന് കുഞ്ഞിൻ്റെ അസുഖമൊക്കെ മാറിയല്ലേ, അപ്പോൾ അതൊരു മാജിക്കൽ എലമെൻ്റ് ആണ്. ദ വുമൻ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ, അത് റിയാലിറ്റി ആണോ? അല്ല, മാജിക് ആണ്, മാജിക്കൽ എലമെൻ്റ് ആണ്. സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. ആ ഏഞ്ചല് പറക്കുന്നത് നോക്കി അവൾ അവിടെ നിന്നു. ആ പറക്കൽ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ എലമെൻ്റ് ആണ്, റിയാലിറ്റി അല്ല. ഇനി ഏഴാമത്തെ നോക്കാം. ദ ഓൾഡ് മാൻ ഫൈനലി മാനേജസ് to fly away. Elisenda watches him till he disappears. You may discuss in groups and attempt alternative endings to the story. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയുടെ എൻഡിങ് എന്താണ്? ഈ സ്റ്റോറിയുടെ എൻഡിങ് ഓൾഡ് മാൻ
പറക്കുന്നു, എലിസണ്ട അത് നോക്കി നിൽക്കുന്നു. അപ്പോൾ വേറൊരു എൻഡിങ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുമെങ്കിൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. ആസ് ദ ഓൾഡ് മാൻ വാനിഷ്ഡ് ഇൻ ടു ദ സ്കൈ എ സിംഗിൾ ഫെദർ ഡ്രിഫ്റ്റഡ് ഡൗൺ ലാൻഡിങ് സോഫ്റ്റ്ലി ഇൻ ദ ക്യൂരിയസ് ഹാൻഡ്സ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ ഓൾഡ് മാൻ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തൂവല് ആ കുട്ടിയുടെ കയ്യിലേക്ക്, ആ സിക്ക് ചൈൽഡ് ഇല്ലേ, രോഗമൊക്കെ മാറിയ ആ കുട്ടിയുടെ കയ്യിലേക്ക് ഈ ഫെദർ തൂവല് വന്ന് വീണു. Years passed and the child grew into a young adult carrying the magic of the wings. With a whisper they spread hope, healed the broken. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. വലിയ കുട്ടിയായി അവനോ അവളോ അല്ലെ, വലിയ കുട്ടിയായി. ആ തൂവലിൻ്റെ മാജിക് കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കും ഒക്കെ ഒരു പ്രതീക്ഷയുടെ, സാന്ത്വനത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ ഒരു മെസ്സേജ് നൽകി. ഇനി 8ാമത്തെ, ഹു സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി. ആരാണ് ഈ സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, കഷ്ടപ്പാട് അനുഭവിക്കുന്നത്? വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ അസ് അബൌട്ട് ദ നീഡ് ഫോർ കമ്പാഷൻ? ഈ സ്റ്റോറിയിൽ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ? എന്ത് കാര്യം പറയുന്നത്? കമ്പാഷൻ, ആർദ്രത അല്ലെങ്കിൽ സഹാനുഭൂതിയുടെ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ സഹാനുഭൂതിയുടെ അല്ലെങ്കിൽ കരുണയുടെ ആവശ്യകതയെക്കുറിച്ച് ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? Undoubtedly, it is the old man who suffers the most in the story. അപ്പം സംശയമൊന്നുമില്ല, ആരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്? ഓൾഡ് മാൻ ആണല്ലേ. വിത്ത് ഹിസ് ഇൻജുവേർഡ് ആൻഡ് ഡേർട്ടി വിങ്സ് ഹീ ഈസ് ലോക്ക്ഡ് അപ്പ് ഇൻ എ ചിക്കൻ കൂപ്പ്. അദ്ദേഹത്തിൻ്റെ ആ ഡേർട്ടി വിങ്സോടുകൂടി അല്ലെങ്കിൽ മുറിവേറ്റ ആ ചിറകോടുകൂടി അദ്ദേഹത്തിനെ ഒരു ചിക്കൻ കൂപ്പിൽ അടയ്ക്കുകയാണ്, കോഴിക്കൂട്ടിൽ അടക്കിയാണ്. ഇനിഷ്യലി ഹീ ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് എ സ്പെക്ടക്കിൾ, ബട്ട് ആസ് ടൈം പാസസ് ഹീ ഈസ് ഐസൊലേറ്റഡ് ആൻഡ് കൺസിഡേർഡ് എ നോയിസൻസ്. അപ്പോൾ ആദ്യമൊക്കെ ഒരു അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു, ആളുകൾ കാണാൻ വരുന്നു, അത്ഭുതമായിരുന്നു, ക്യൂരിയോസിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഒരു കാഴ്ചവസ്തുവായിട്ടൊക്കെ പരിഗണിച്ചിരുന്നു. പക്ഷേ സമയം കടന്നു പോയപ്പോഴത്തേക്കും എന്താണ്, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി, ഐസൊലേറ്റ് ചെയ്തു, മാറ്റി നിർത്തി. ആൻഡ് കൺസിഡേർഡ് എ നോയിസൻസ്, ഒരു നോയിസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ശല്യമായി മാറിയിരിക്കുകയാണ്. ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ഹൗ വി ട്രീറ്റ് ദോസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ് ഓർ അൺയൂഷ്വൽ വിത്ത് ഡിസ്ഡെയിൻ, റിഡിക്യൂൾ ആൻഡ് ക്രുവൽറ്റി. അപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള, ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മളിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവജ്ഞയോടുകൂടിയും ക്രൂരതയോടുകൂടിയും ഒക്കെ നോക്കും. അപ്പോൾ അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ സഹാനുഭൂതിയോടുകൂടി, ആർദ്രതയോടുകൂടി എല്ലാവരോടും ഒരുപോലെ പെരുമാറണം എന്നാണ് ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു.